നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരമ്പരാഗത വ്യവസായങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട്ട് ഖാദി ഓണം മേളയ്ക്ക് തുടക്കം. ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ കിഴിവും സമ്മാനങ്ങളും. തൃശൂർ നഗരത്തെ ലഹരി മുക്തമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ എക്സൈസ്. ശക്തമായ നടപടികളുമായി റേഞ്ച് എക്സൈസ് ഓഫീസ്. ദിവാൻജി മൂലയിൽ നിന്ന് പിടിച്ചെടുത്തത് ചാക്കുകണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ. വിൽപ്പനക്കാരനും പിടിയിൽ. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നടന്നത് വ്യാപക ലഹരി വേട്ട. ട്രെയിനിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി 15 ലക്ഷം രൂപ അനുവദിച്ചതായി K രാധാകൃഷ്ണൻ MP. 423 മീറ്റർ നീളമുള്ള ROBയുടെ നിർമ്മാണ ചുമതല കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്. വാർത്തകൾ വിശദമായി. പരമ്പരാഗത വ്യവസായങ്ങളുടെ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ വലിയ പരിഗണന നൽകുന്നുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. ഓണം ഖാദി മേളയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഇവിടുത്തെ ജീവനക്കാർക്ക് അറിയാം. സ്ഥിരം 3-4 വർഷമായിട്ട് അങ്ങനെ വരാൻ പറ്റാത്തത്. ബാക്കി എൻ്റെ ഓണം പർച്ചേസ് മുഴുവൻ ഇവിടുന്ന് പരമ്പരാഗതമായി ഒരു യൂണിഫോമായിട്ട് ഉപയോഗിച്ച് വന്ന ആളുകൾ ഇപ്പം അതിൽ നിന്ന് അകലുന്നുണ്ട്. അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഖാദിയുടെ വലിയ വിപണി അതായിരുന്നു. MLA പറഞ്ഞു, ദേശീയ പ്രസ്ഥാന കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കിട്ടാനുള്ള ഒരു മാനദണ്ഡം ഖാദി ധരിക്കണം എന്നുള്ളതായിരുന്നു. കേരളത്തിലെ പ്രധാന പരമ്പരാഗത വ്യവസായമാണ് ഖാദി. 12,000 കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണിത്. ആധുനിക സാങ്കേതിക വിദ്യയും പുതിയ വ്യവസായങ്ങളും ഉൽപ്പന്നങ്ങളും വരുമ്പോൾ പ്രതിസന്ധി നേരിടാറുണ്ടെന്നും സർക്കാരിൻ്റെ വലിയ പിന്തുണയോടെയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ നിലനിന്ന് പോരുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സമ്മാന കൂപ്പൺ പ്രകാശനം ചെയ്തു. ഖാദി ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടമൈതാനത്തെ AC ഷോറൂം, ഖാദി ഗ്രാമസൗഭാഗ്യ, പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, തൃത്താല, കുമ്പിടി, കൊല്ലങ്കോട് എന്നിവിടങ്ങളിലുള്ള ഖാദി ഷോറൂമുകളിലും മണ്ണൂർ, ശ്രീകൃഷ്ണപുരം, പട്ടഞ്ചേരി, കളപ്പെട്ടി, വിളയോടി, എലപ്പുള്ളി, കിഴക്കഞ്ചേരി, മലക്കുളം, ചിതലി എന്നീ ഗ്രാമസൗഭാഗ്യങ്ങളിലും മൊബൈൽ സെയിൽസ് വാനിലും പ്രത്യേക മേളകൾ നടക്കും. മേളയുടെ ഭാഗമായി എല്ലാ വിൽപ്പനശാലകളിലും ഖാദി, കോട്ടൺ, സിൽക്ക്, മനില, ഷർട്ടിംഗ് എന്നീ തുണിത്തരങ്ങൾ, തേൻ ഉൾപ്പെടെ മറ്റ് ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയും ലഭിക്കും. മേളയിൽ ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ ഗവൺമെൻറ് റിബേറ്റും സമ്മാനങ്ങളും സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഖാദി ഗ്രാമവ്യവസായ കാര്യാലയ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങളുടെ നീണ്ടകാല കാത്തിരിപ്പിനൊടുവിൽ പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. റെയിൽവേ മേൽപ്പാലത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനായി 13,32 ലക്ഷം രൂപ അനുവദിച്ചതായും K രാധാകൃഷ്ണൻ MP പറഞ്ഞു. 423 മീറ്റർ നീളം വരുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർവഹിക്കുക. മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായാലുടൻ മേൽപ്പാല നിർമ്മാണത്തിനുള്ള കരാർ നൽകി പണി ആരംഭിക്കുമെന്നും MP അറിയിച്ചു. ചെറുതുരുത്തി പൈങ്കുളം ചേലക്കര റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി പൈങ്കുളം റെയിൽവേ ഗേറ്റിനു പകരമാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് നേരത്തെ റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. പദ്ധതിയുടെ നിർവഹണം ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ പുതിയതായി നിർമ്മിക്കുന്ന റെയിൽവേ ട്രാക്കുകൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ. സാമൂഹ്യാഘാതം പരമാവധി കുറച്ചും നിലവിലുള്ള റോഡിലെ അപകടകരമായ വളവുകൾ ഒഴിവാക്കിയുമാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. 423 മീറ്ററാണ് മേൽപ്പാലത്തിന്റെ ആകെ നീളം. സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായാൽ 15 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ MP ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മലപ്പുറം സ്വദേശി ട്രെയിനിൽ മറന്നുവെച്ച ബാഗ് സുരക്ഷിതമായി എടുത്തു നൽകി ഷൊർണൂർ റെയിൽവേ പോലീസ്. ബാഗ് മറന്നുവെച്ച് ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരൻ കുറ്റിപ്പുറത്ത് ഇറങ്ങിയിരുന്നു. ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചിലാണ് ബാഗിൽ 12 പവൻ സ്വർണ്ണാഭരണം കണ്ടെത്തിയത്. കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് കുറ്റിപ്പുറത്ത് ഇറങ്ങിയയാളുടെ ബാഗാണ് സ്റ്റോപ്പ് വിട്ട ആളില്ലാതെ 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഷൊർണൂരിലെത്തിയത്. വിവരമറിഞ്ഞയുടൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉണർന്ന് പ്രവർത്തിച്ചു.
ബോഗിയിൽ നടത്തിയ പരിശോധനയിൽ ബാഗ് കണ്ടെത്തി. മലപ്പുറം ഏലംകുളം സ്വദേശി മുഹമ്മദ് ആരിഫുദ്ദീൻ്റേതാണ് ബാഗ്. ഭാര്യയുടെ 12 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ബാഗിലുണ്ടായിരുന്നത്. റെയിൽവേ പോലീസ് ASIമാരായ ജനിൽ പി ജോസഫ്, മുഹമ്മദ് ലത്തീഫ്, ശ്യാം എന്നിവർ ബാഗ് കണ്ടെത്തി ഉടമസ്ഥന് കൈമാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ട്രെയിനിൽ നിന്ന് സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും കവർന്ന പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. ഇക്കഴിഞ്ഞ ജൂലൈ 31-ന് മുരുടേശ്വർ കാച്ചിഗൌഡ തീവണ്ടിയിൽ മോഷണം നടത്തിയ തിരൂരങ്ങാടി സ്വദേശി കെ സക്കീറാണ് പിടിയിലായത്. ആലപ്പുഴ സ്വദേശിയുടെ ബാഗാണ് മോഷണം പോയത്. നിരവധി കേസിലെ പ്രതിയായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി 28 വയസ്സുള്ള കെ സക്കീറാണ് അറസ്റ്റിലായത്. 1 പവൻ്റെ സ്വർണ്ണാഭരണം, വെള്ളിമോതിരം, മൊബൈൽ ഫോൺ എന്നിവ കണ്ടെടുത്തു. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, ASI ഗോകുൽദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുഗീർഥകുമാർ, MG അബ്ദുൾ മജീദ്, ശശി നാരായണൻ, സുരേഷ് TC എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അരനൂറ്റാണ്ടിലേറെയായി യാത്രാ ദുരിതം പേറിയിരുന്ന 15 കുടുംബങ്ങൾക്ക് CPM പ്രവർത്തകരുടെ ശ്രമദാനത്തിൽ റോഡായി. മങ്കര ഗ്രാമപഞ്ചായത്തിലെ പൂലോടി ഇരുപ്പച്ചോട് പ്രദേശത്തെ 15 കുടുംബങ്ങൾ റോഡില്ലാതെ ദുരിതം പേറുകയായിരുന്നു. പ്രദേശത്തെ 15 കുടുംബങ്ങൾക്ക് വഴിയില്ലാത്തതിനാൽ നൂറ്റാണ്ടായി ഇവർ ദുരിതം പേറിയിരുന്നു. നടവഴി മാത്രമായിരുന്നു ഏക ആശ്രയം. രോഗികളെ ചുമന്നുകൊണ്ടുവേണം ആശുപത്രിയിലെത്തിക്കാൻ. CPM പ്രവർത്തകർ ഇടപെട്ടതോടെയാണ് ഭൂവുടമകൾ സ്ഥലം വിട്ടു നൽകിയത്. തുടർന്നാണ് JCB ഉപയോഗിച്ച് ശ്രമദാനത്തിൽ റോഡ് വെട്ടിയത്. ഇതോടെ കാലങ്ങളായുള്ള പ്രദേശത്തുകാരുടെ റോഡെന്ന സ്വപ്നം പൂവണിഞ്ഞു. CPM നേതാക്കളായ MS ഹരിദാസ്, KK രാധാകൃഷ്ണൻ, SV ഹരിദാസ്, PK വിജയകുമാർ, PC വാസു, വിഷ്ണു നാരായണൻ, തുളസിദാസ്, KK ജനാർദ്ദനൻ, വിവേക്, പ്രഭു, രാധ, ജിത്തു, അശ്വിൻ, വിബീഷ് എന്നിവർ നേതൃത്വം നൽകി. അടുക്ക് വഴി ഈ 10-ാം വാർഡിലെ CPM പ്രവർത്തകരുടെ ശ്രമദാനത്തിൻ്റെ ഫലമായി വീതി കൂട്ടുകയും വരും ദിവസങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരുത്തി അത് റോഡാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ സഖാവ് KV വിജയസിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഏകദേശം 15 ലക്ഷം രൂപയോളം ഉപയോഗിച്ചിട്ടാണ് ഈ റോഡ് ഇരുപ്പച്ചോട്ടിലെത്തിച്ചത്. ബാക്കി ഒരു ഇടവഴിയായി കിടക്കുകയാണ്. അതിൽ നിന്ന് വീതി കൂട്ടാനുള്ള പരിശ്രമവുമായി നാട്ടുകാർ മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാടുമൂടിയ കല്ലൂർ മാങ്കുറിശ്ശി റോഡിന്റെ ഇരുവശവും കല്ലൂർ 1-ാം വാർഡ് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ ശുചീകരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം MB രമേശ്, പരിസ്ഥിതി പ്രവർത്തകർ KK റഹ്മാൻ, AA മൂസക്കുട്ടി മാസ്റ്റർ, വാർഡ് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ, നാസർ അരങ്ങാട്, VC പ്രഭാകരൻ, KE നാരായണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. കാരണം ഇത് രാത്രികാലങ്ങളിൽ ആളുകൾ നടക്കുമ്പോൾ പാമ്പ് അതുപോലെയുള്ള വന്യമൃഗ ശല്യങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു. ഒപ്പം വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന റോഡരികിലെ പുല്ലുകളെല്ലാം വെട്ടിമാറ്റി ഗതാഗത യോഗ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇത് രാവിലെ തന്നെ തുടങ്ങി ഇന്ന് നമ്മുടെ കല്ലൂർ ബസ് തിരിയുന്ന അതുവരയ്ക്ക് ഇന്ന് പൂർണ്ണമായിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തൃശൂർ നഗരത്തെ ലഹരി മുക്തമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ എക്സൈസ്. തൃശൂർ റേഞ്ച് എക്സൈസ് ഓഫീസ് ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുകയാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ദിവാൻജി മൂലയിൽ നിന്ന് ചാക്ക് കണക്കിന് ലഹരി ഉൽപ്പന്നങ്ങളും വിൽപ്പനക്കാരനെയും അധികൃതർ പിടികൂടി. വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറുകളിൽ നിന്നും കൗൺസിലിംഗുകളിൽ നിന്നും കിട്ടുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ദിവാൻജി മൂലയിൽ നിന്ന് ചാക്ക് കണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും വിൽപ്പനക്കാരനെയും എക്സൈസ് പിടികൂടി. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അന്വേഷിച്ച് ഉടൻ കണ്ടെത്തുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2 ആഴ്ച മുമ്പ് 3.5 കിലോ കഞ്ചാവ്, 3 ദിവസം മുമ്പ് പോസ്റ്റ് ഓഫീസ് റോഡിൽ നിന്ന് 5 കിലോ കഞ്ചാവ്, ഡ്രൈഡേ ദിനത്തിൽ 100ഓളം കുപ്പി മാഹി മദ്യം എന്നിവയും തൃശൂർ എക്സൈസ് പിടിച്ചെടുത്തിരുന്നു. ഇപ്പറഞ്ഞ സംഭവങ്ങളിൽ പ്രതികൾ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം തലശ്ശേരി ഗ്രാമവാസികളുടെ ചിരകാല സ്വപ്നമായ വായനശാല കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. K രാധാകൃഷ്ണൻ ചേലക്കര MLA ആയിരുന്നപ്പോൾ അനുവദിച്ച 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടക്കുക. വായനശാലകൾ, ഗ്രന്ഥശാലകൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് പുസ്തകം വായിക്കുക എന്ന് മാത്രമല്ല, വായിച്ചതുകൊണ്ട് മാത്രം എല്ലാവരും അറിവുള്ളവരായി മാറുന്നു എന്നുള്ള തെറ്റായ ധാരണ പലപ്പോഴും ഉണ്ടാകും. നല്ലപോലെ വായിച്ച് അറിവുള്ള ആളുകളാണ് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നത്. സുഖമായിട്ടാണ്. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ്,
തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കെ ജയപ്രകാശ്, വായനശാല വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ്, ജനപ്രതിനിധികളായ പി സാബിറ, പി ജുമൈലത്ത്, ദീപു പ്രസാദ്, PS ലക്ഷ്മണൻ, നസീറ സുധീർ, കെ ഇബ്രാഹിം, ശശിധരൻ, കെ വിപിൻദാസ്, മുസ്തഫ, ഹമീദ്, ധനേഷ്, അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് വിനോദ് നമ്പ്യാർ സ്വാഗതവും സെക്രട്ടറി വിനീത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 5 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന അന്തർദേശീയ കൂടിയാട്ട മഹോത്സവത്തിന് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സമാപനം കുറിച്ചു. സമാപന സമ്മേളനം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൂടിയാട്ടം വിഭാഗം 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അന്തർദേശീയ കൂടിയാട്ട മഹോത്സവം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ജൂലൈ 29-നാണ് തുടങ്ങിയത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ജീവിത പ്രവൃത്തിയാണ്. കലാരൂപങ്ങൾ യഥാർത്ഥത്തിൽ വലിയൊരു സഞ്ചാരം നടത്തുന്ന പ്രക്രിയ കൂടിയാണ്. നമ്മളെല്ലാം നിശബ്ദരായി മുൻപിൽ നടക്കുന്ന കലാപ്രകടനത്തിൽ ശ്രദ്ധയോടെ ആകൃഷ്ടരായിരിക്കുമ്പോൾ ഒരിക്കലും നാം ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവരല്ല, നിരന്തരമായി ആ സന്ദർഭത്തിൽ ഈ കലയോടൊപ്പം, കലയെ ആവിഷ്കരിക്കുന്ന ലോകത്തിനോടൊപ്പം, അനുഭവത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നവർ കൂടിയാണ്. സമാപന സമ്മേളനത്തിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, അരുൺ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. സജിത് വിജയൻ സ്വാഗതവും സംഗീത് ചാക്യാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മഹാരാഷ്ട്രയിലെ ലോകമാന്യ തിലക് സംസ്കൃത പുരസ്കാരം നേടിയ സംസ്കൃത പണ്ഡിതൻ കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ CM നീലകണ്ഠനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് കൂടിയാട്ടങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കർക്കിടക മാസത്തിൽ കുളപ്പള്ളി തൃപ്പറ്റ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. കർക്കിടക മാസത്തിൽ കുളപ്പള്ളി തൃപ്പൂറ്റ ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് ഭക്തി നിർഭരമായി. രാവിലെ പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിൽ നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. വഴിപാട് നടത്തിയ ഭക്തജനങ്ങൾ ആനയൂട്ട് നിർവഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ക്ഷേത്ര വികസന സമിതി ഭാരവാഹികൾ എന്നിവരും സന്നിധരായിരുന്നു. കർക്കിടക മാസം 1-ാം തീയതി മുതൽ നമ്മൾ കർക്കിടക മാസ പൂജ ആരംഭം തുടങ്ങുകയും 3-ാമത്തെ ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടത്തുകയും ഉണ്ടായി. കമ്മിറ്റി, ക്ഷേത്ര വികസന സമിതി, ട്രസ്റ്റി ബോർഡ്, അതുപോലെ തന്നെ എല്ലാ ജനങ്ങളുടെയും എല്ലാ സഹകരണത്തോടെയും കൂടിയാണ് നടത്തുന്നത്. നല്ല ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു. എന്തായാലും അടുത്ത കൊല്ലവും കഴിഞ്ഞ കൊല്ലങ്ങളിൽ സഹകരിച്ച എല്ലാ ആളുകളും നമ്മോട് സഹകരിച്ചിരിക്കുന്നു. കർക്കിടക മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും ഗണപതി ഹോമവും നടന്നത്. രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. 27-ന് തുടങ്ങിയ യജ്ഞം ഞായറാഴ്ചയാണ് സമാപിച്ചത്. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. ഷൊർണൂർ ചുടുവാലത്തൂർ മഹാദേവ ശിവക്ഷേത്രത്തിൽ ജൂലൈ 27-ന് തുടങ്ങിയ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പരിസമാപ്തിയായി. സമാപന ദിനത്തിൽ സ്വർഗാരോഹണം, കൽക്കി അവതാരം, ബ്രഹ്മോപദേശം, കലികാലവർണ്ണനം, മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയവയിൽ പാരായണം നടന്നു. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. എത്രയോ ഉപരിയായിട്ട് എന്തോ ഒന്നിനെ പറ്റി പറയണം, അല്ലെങ്കിൽ ഈ ലോകത്തില് കേമായിട്ടുള്ള എന്തിനെയോ പറ്റി പറയണം. വലിയൊരു അകലം അവിടെ. പിന്നെന്താണ്, പിന്നെ ആദി ഭൗതികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. അങ്ങനെ ഒരു അല്ലേ, അങ്ങനെ കേൾക്കും. സ്വയംവരം, കൃഷ്ണാവതാരം, കുചേലവൃത്തം, സന്താനഗോപാലം, അതുപോലെ മറ്റുള്ള ഓരോ കഥാഭാഗങ്ങൾക്കും നമ്മളിങ്ങനെ ഓരോരോ ഫലശ്രുതികളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഫലം കിട്ടും എന്നുള്ള നിലയ്ക്ക് എന്താ ഇത് കേട്ട് കഴിഞ്ഞാൽ ചില ഫലങ്ങളൊക്കെ കിട്ടും എന്ന് വിചാരിച്ച് ഒരു ശ്രദ്ധയൊക്കെ ഉണ്ട്. എന്നാലും എവിടെ എത്തിയിട്ടില്ല. ഇത് തന്നെ പറ്റി കാണാൻ പറയുന്നത് എന്ന് അല്ലേ,
ഈ കഥയൊന്നുമല്ലോ തന്നെ പറ്റി പറഞ്ഞാൽ നമ്മുടെ ജീവിതകഥയല്ല പറയുന്നത്. പിന്നെന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആ പരമാത്മ സ്വരൂപിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് തിരിച്ചറിയാൻ. ഭാഗവത സംഗ്രഹം, ക്ഷേത്ര പ്രദക്ഷിണം, യജ്ഞസമർപ്പണം, മംഗളാരതി എന്നിവയോടുകൂടിയായിരുന്നു യജ്ഞസമാപനം. ബ്രഹ്മശ്രീ മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി, ഗിരിജ ഉണ്ണികൃഷ്ണൻ എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞസമാപന ചടങ്ങിലും അന്നദാനത്തിലും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിറപുത്തിരി മഹോത്സവം നടന്നു. ഞായറാഴ്ച രാവിലെ 9 മുതലായിരുന്നു നിറപുത്തിരി. ക്ഷേത്രം മേൽശാന്തി ദീപേഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബാലഗോകുലം കുളപ്പുള്ളി മേഖല ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് സ്വാഗത സംഘമായി. സ്വാഗത സംഘം രൂപീകരണ യോഗം ബാലഗോകുലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബുരാജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്. രവീന്ദ്രൻ കല്ലിപ്പാടം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബുരാജ് മാസ്റ്റർ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രൻ കല്ലിപ്പാടം സ്വാഗതം പറഞ്ഞു. ബാലഗോകുലത്തിൻ്റെ 50-ാം വാർഷികത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയുടെ സന്ദേശവാക്യം ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്നതാണ്. 2025 സെപ്റ്റംബർ 10 പതാക ദിനവും സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തിയും ആഘോഷിക്കും. കുളപ്പുള്ളി മേഖലയിൽ നടക്കുന്ന ശോഭായാത്ര വർണ്ണോജ്വലമാക്കാൻ യോഗം തീരുമാനിച്ചു. ആഘോഷ പ്രമുഖായി സുരേഷ് ബാബു കണയം, സഹ ആഘോഷ പ്രമുഖ് KT രവിദാസ്, A ഷനു, A ഗോപകുമാർ കല്ലിപ്പാടം, രക്ഷാധികാരികളായി പരമേശ്വരൻ മാസ്റ്റർ, രുക്മിണി ടീച്ചർ, അഡ്വക്കേറ്റ് അജിത് ശ്രീധരൻ, ഉണ്ണി മേനോൻ, പ്രസിഡന്റ് ഉണ്ണി കുളപ്പുള്ളി, വൈസ് പ്രസിഡന്റ് സത്യനാരായണൻ കണയം, സെക്രട്ടറി വിപിൻ നാഥ്, മറ്റു ഭാരവാഹികളായി മനോജ് ആറാണി, കൃഷ്ണദാസ് കണയം, രാജീവ് മെറ്റൽ നഗർ, രവീന്ദ്രൻ കല്ലിപ്പാടം തുടങ്ങിയവരെ യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരമ്പരാഗത വ്യവസായങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട്ട് ഖാദി ഓണം മേളയ്ക്ക് തുടക്കം. ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ കിഴിവും സമ്മാനങ്ങളും. തൃശൂർ നഗരത്തെ ലഹരി മുക്തമാക്കാൻ നിശ്ചയദാർഢ്യത്തോടെ എക്സൈസ്. ശക്തമായ നടപടികളുമായി റേഞ്ച് എക്സൈസ് ഓഫീസ്. ദിവാൻജി മൂലയിൽ നിന്ന് പിടിച്ചെടുത്തത് ചാക്കുകണക്കിന് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ. വിൽപ്പനക്കാരനും പിടിയിൽ. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നടന്നത് വ്യാപക ലഹരി വേട്ട. ട്രെയിനിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കവർന്ന പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി 15 ലക്ഷം രൂപ അനുവദിച്ചതായി K രാധാകൃഷ്ണൻ MP. 423 മീറ്റർ നീളമുള്ള ROBയുടെ നിർമ്മാണ ചുമതല കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.